ഹലോ നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് രാജേഷ് ബാബു, ഏഴംകുളമാണ് സ്വദേശം. എൻ്റെ വീട്ടിൽ ഞാൻ സോളാർ പാനൽ വെക്കാനുണ്ടായ സാഹചര്യം ഏകദേശം 2 മാസം കൂടുമ്പോൾ എനിക്ക് 4500 രൂപയോളം കറണ്ട് ചാർജ് വരുന്നുണ്ടായിരുന്നു. വീടിനോട് ചേർന്ന് ഒരു ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഒരു 1500 റേഞ്ചിലുള്ള കറണ്ട് ചാർജ് വരുന്നുണ്ട്. മൊത്തം ഞാൻ 2 മാസം കൂടുമ്പം 6000 രൂപയോളം ആണ് കറണ്ട് ചാർജ് അടച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വളരെയധികം കറണ്ട് ചാർജ് കൂടി വരുന്നു. എന്താണ് സാഹചര്യം എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യമേ പാരലൽ മീറ്റർ വയ്ക്കുകയും ടെക്നീഷ്യനെ വിളിച്ച് കറണ്ടിൻ്റെ വയറിങ്ങിൻ്റെ മറ്റോ പ്രശ്നമാണെന്ന് ചെക്ക് ചെയ്യും. ഇതൊന്നുമില്ലാന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഞാൻ ഈ സോളാറിലേക്ക് തിരിയുന്നത്. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് സൺഫോക്കസിനെ കുറിച്ച് അറിയുന്നത്. അവരെ വിളിച്ച ഉടൻ തന്നെ അവരെന്നെ എക്സിക്യൂട്ടീവ് കോൺടാക്റ്റ് ചെയ്യുകയും ഞാൻ എൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർ 4.5 കിലോവാട്ട് കുറിച്ച് എനിക്ക് വിവരം നൽകുകയും അതിൻ്റെ ഒരു കൃത്യമായ കൊട്ടേഷൻ നൽകുകയും ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറ്റു പലരോടും അന്വേഷിക്കുകയും അതിൽ നിന്ന് ഏറ്റവും വളരെ കുറച്ച് തന്നെ റേറ്റിൽ ഏറ്റവും മികച്ച കമ്പനികളുടേതായ അതായത് അദാനി പാനലിൻ്റെയും വിവോ ഇൻവെർട്ടറും ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ ഹാവൽസ് ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ ഹാവൽസിൻ്റെയും വെച്ചുകൊണ്ട് അവർ വളരെ കൃത്യമായി ഒരു പ്ലാന്റ് ചെയ്തു തരികയാണ് ഉണ്ടായത്. വളരെ സമയബന്ധിതമായി തന്നെ അവർ വർക്ക് പൂർത്തിയാക്കി തരികയും ചെയ്തു. ഞാൻ അതുകൊണ്ട് സൺഫോക്കസിലെ എക്സിക്യൂട്ടീവ്സ് അതുപോലെ അവിടെ ടെക്നീഷ്യന്മാർ അവരെയെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രിഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു സഹകരണമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറ്റ് ഒരിടത്തിനെ അപേക്ഷിച്ച് ഞാൻ വളരെ തൊട്ടടുത്ത് പല എൻ്റെ സുഹൃത്തുക്കളും അയൽക്കാരും ഒക്കെ വെച്ചിട്ടുള്ളവർ അന്വേഷിച്ചപ്പോൾ ധൈര്യമായിട്ട് അവർക്ക് വർക്ക് കൊടുത്തോളാൻ എനിക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവർക്ക് വർക്ക് കൊടുത്തു. വളരെ കൃത്യമായിട്ട് പ്ലാന്റ് വർക്ക് തുടങ്ങി. ഇല്ലെങ്കിൽ അടുത്ത മാസം മുതൽ തന്നെ അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി തുടങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു, നമസ്കാരം.